കൊളോസ്സോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡിക നമ്മൾ വായിക്കുകയാണ്. ആ ഖണ്ഡിക 20 മുതലുള്ള വാക്യങ്ങളിലാണ് നിൽക്കുന്നത്. കൊളോസ്സോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വചനങ്ങൾ. ഇതെങ്ങനെയാണ് വചനം പറയുന്നത്? ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേതെന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിന്? സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിന്? ഉപയോഗത്താൽ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളവയാണ് ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷിക ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. തീവ്രമായ ഭക്തിയിലും ആത്മനിന്ദയിലും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. അല്പം പാടുള്ളത് എന്ന് തോന്നുന്ന, എന്നാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രമേൽ എളുപ്പമുള്ള ഒരു വചനഭാഗം കൊളോസ്സോസ് ലേഖനം 2-ാം അധ്യായത്തിലുണ്ട് എന്നുള്ളതിൽ ഞാൻ സംശയിക്കുകയാണ്. ഇതുപോലെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഗം, എന്നാൽ പ്രഥമ ദൃഷ്ടിയെ നോക്കുമ്പം അല്പം പാടുള്ളതുപോലെ തോന്നും. എന്താ ഈ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾ എന്ന് പറയുന്നത്? ഇത് കൊളോസ്സോസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനമാണ്. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞതിനാൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കൊളോസ്സോസ് ലേഖനത്തിൻ്റെ പൊതുപ്രമേയം ക്രിസ്തുവിനോടൊപ്പം എന്നുള്ളതാണ്. ക്രിസ്തുവിൽ, ക്രിസ്തുവിനാൽ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ. അപ്പോൾ ഇൻ ക്രൈസ്റ്റ് എന്നതാണ് കൊളോസ്സോസ് ലേഖനത്തിൻ്റെ റെവലേഷൻ. കൊളോസ്സോസ് ലേഖനം വിശദീകരിക്കുന്ന മുഴുവൻ ഇൻ ക്രൈസ്റ്റ് ആണ്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ, ക്രിസ്തുവിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ. പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ബേസിക് എലമെൻറ്റ്സ് എന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്റ്റോച്ചിയോൺ എന്ന ഗ്രീക്ക് പദമാണ്. സ്റ്റോച്ചിയോൺ എന്ന ഗ്രീക്ക് പദത്തിന് യഥാർത്ഥമായിട്ട് കൊടുത്തിരിക്കുന്ന 5 അർത്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ സഭാപിതാക്കന്മാർ സ്വീകരിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് അല്ലെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള എലമെൻറ്റ്സ് എന്നുള്ളതാണ്. പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മയിൽ എടുക്കാൻ പറ്റുന്ന, നമ്മളിന്ന് പ്രായോഗികമായി അനുഭവിക്കുന്ന 5 എലമെൻറ്റുകളെ എടുക്കുക. ഒന്നാമത്തേത് തീയാണ്, രണ്ടാമത്തേത് വെള്ളമാണ്, സമുദ്രം അല്ലെങ്കിൽ നദി അല്ലെങ്കിൽ കടൽ അല്ലെങ്കിൽ വെള്ളമാണ്. മൂന്നാമത്തേത് വായുവാണ്. നാലാമത്തേത് ആകാശമാണ്. അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ് പ്രധാനമായിട്ട് എലമെൻറ്റ്സ്. പിന്നെ അതിൻ്റെ അകത്ത് വരുമ്പോൾ സൂര്യനുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് വരുമ്പോൾ ചന്ദ്രനുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലെ എലമെൻ്റൽ തിങ്സ്, ഭൂമിയിലെ ഈ മൂലഭൂതങ്ങൾ സൃഷ്ടിപ്പിന് കാരണമായി തീർന്നു എന്ന് ചിന്തിക്കപ്പെടുന്ന, ഇന്ന് നമ്മൾ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണമായി തീർന്നു എന്ന് ചിന്തിക്കുന്ന മൂലകാരണങ്ങളായിട്ടുള്ള കാര്യങ്ങൾ. അത് സൂര്യനായാൽ സൂര്യൻ പ്രകാശം നൽകുന്നു. വെള്ളം, ജലാംശം ജീവൻ നിലനിൽക്കുന്നതിന് കാരണമായി തീരുന്നു. അഗ്നി എങ്ങനെ മനുഷ്യ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. തീ എങ്ങനെ പ്രവർത്തിക്കുന്നു, ചന്ദ്രൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പം വായു ഇല്ലാതെ നിലനിൽക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം ആണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയേ. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിലെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ. അപ്പോൾ യേശു ക്രിസ്തുവിലാകുന്ന ഒരാൾ ഈ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളാകുന്ന ചന്ദ്രദോഷം, സൂര്യദോഷം, ജലദോഷം എന്ന് പറയുമ്പോൾ തുമ്മലുള്ള ജലദോഷം ചിന്തിക്കരുത്. ജലത്തിലൂടെ വരുന്ന ദോഷം, ഭൂമിയിലെ പാറകൾ, കല്ലുകൾ, അതുപോലെ വായു, അതുപോലെ വെള്ളം, ഇങ്ങനെയുള്ള കാര്യത്തിലൂടെ വരുന്ന പൈശാചിക പോരാട്ടങ്ങൾ, ഇവയെല്ലാം നിങ്ങൾ അതിജീവിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ. അപ്പോൾ എന്താണ് ഇത് സംസാരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവും. കൊളോസ്സോസ് ലേഖനം സംസാരിക്കുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. കൊളോസ്സോസ് ലേഖനം സംസാരിക്കുന്ന പശ്ചാത്തലം ജ്ഞാനവാദമാണ്. ജ്ഞാനവാദികൾ വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളാകുന്ന ഈ പറഞ്ഞവയെല്ലാം, സൂര്യനും ചന്ദ്രനും അമാവാസിയും ദിവസങ്ങളും വാവും എല്ലാം നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് എവിടെ നമുക്കിത് മനസ്സിലാകുന്നത്? ഇത് മനസ്സിലാകുന്നത് തൊട്ട് മേളിലും താഴെയും പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്നാണ്. 16-ാമത്തെ വചനം നോക്കിക്കേ. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. കണ്ടോ? അപ്പോൾ ഇന്ന ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമുണ്ടെന്ന് ഭയക്കുകയാണ്. ഇന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് നിനക്ക് ആ പ്രശ്നം ഉണ്ടായത് എന്ന് ഭയക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെയാണ്
ഉത്സവങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെരുന്നാളുകളോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലുള്ള ഉത്സവങ്ങളെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാവുകൾ, അതുപോലെ തന്നെ സൂര്യദേവൻ്റെ ഉത്സവങ്ങൾ, ചന്ദ്രദേവൻ്റെ ജലദൈവങ്ങളുടെ ഉത്സവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അമാവാസി, സാപത്താചരണം. അപ്പോൾ ഇവയ്ക്കെല്ലാം ഒരു പ്രത്യേക മാനം കൊടുക്കുകയാണ്. എന്നിട്ട് ആ മാനത്തിനകത്ത് കുറച്ച് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, ലോകത്തിൻ്റെ എന്ന മട്ടിൽ സ്പർശിക്കരുത്, അത് തൊട്ടാൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. കണ്ടോ, എലമെൻ്റാണ്, അതെടുത്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. രുചിക്കരുത്, അത് കഴിക്കരുത്, അത് കഴിച്ചാൽ നിങ്ങൾക്ക് ദോഷം ഉണ്ടാകും. കൈകാര്യം ചെയ്യരുത്, ഡു നോട്ട് ടച്ച്, ഡു നോട്ട് ഹാൻഡിൽ, ഡു നോട്ട് ടേസ്റ്റ്. അപ്പോൾ അതാണ്, ഡു നോട്ട് ഹാൻഡിലാണ്, ഡു നോട്ട് ഡ്രിങ്ക്, ഡു നോട്ട് ഈറ്റ്, ഡു നോട്ട് ഹാൻഡിൽ. അപ്പോൾ ഈ 3 കാര്യമാണ് പറയുന്നത്. സ്പർശിക്കരുത്, ടച്ച് ചെയ്യരുത്, ഈറ്റ് ചെയ്യരുത്, കൈ ഹാൻഡിൽ ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് ഈ നിബന്ധനകൾ പറയുകയാണ്. അത് നിങ്ങൾ തൊട്ടാൽ, അത് നിങ്ങൾ കുടിച്ചാൽ, അത് നിങ്ങൾ എടുത്താൽ, സാപത്ത് ദിവസങ്ങൾ എടുത്താൽ, ശാപത്തിൻ്റെ ആചരണത്തിൻ്റെ ദിവസങ്ങൾ എടുത്താൽ, ആ എടുത്ത നിമിത്തം നിങ്ങൾക്ക് ദോഷമുണ്ടാകും. ആ എടുത്ത എന്താണ്? എലമെൻറ്റുകളാണ്. ആ എലമെൻറ്റ് നിമിത്തം, എലമെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മളിവിടെ വായിച്ചു, പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾ, പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണമായി തീർന്ന കല്ല്, മണ്ണ്, ഭൂമിയിലുള്ളവ, ഇവയെല്ലാം നിങ്ങൾക്ക് വിരോധമായി പ്രവർത്തിക്കും. അത് നിങ്ങൾ കഴിക്കരുത്, അത് കഴിച്ചതിൻ്റെ ദോഷമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. അത് നിങ്ങൾ കുടിക്കരുത്, ഇത് കുടിച്ചതിൻ്റെ ദോഷമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് നിങ്ങൾ എടുക്കരുത്, അത് എടുത്തതിൻ്റെ ദോഷമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വസ്തുക്കൾ വെച്ച്, ദിവസങ്ങൾ വെച്ച് പഴിക്കുകയാണ് മനുഷ്യർ. അപ്പോൾ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും ദോഷം വരുന്ന ഉടനെ ഇത് ഇങ്ങനെ അങ്ങ് കോട്ട് ചെയ്യുകയാണ്. അതായത് എങ്ങനെയാണ് കോട്ട് ചെയ്യുന്നത്? അതായത് നിങ്ങളുടെ മക്കൾക്ക് ദോഷം വരാൻ കാരണം ഇന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്, ഇന്നാര് വീട്ടിൽ വന്നതുകൊണ്ടാണ്, ഇന്ന സ്ഥലത്ത് നിങ്ങൾ പോയതുകൊണ്ടാണ്, ഇന്നത് നിങ്ങൾ തൊട്ടില്ലേ അതുകൊണ്ടാണ്. അപ്പം ഇതിന് കമ്പയർ ആയിട്ടുള്ള, ഇതിന് താരതമ്യപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു വിശ്വാസം ഭാരത വിശ്വാസങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്തുകൊണ്ടും ഈ ജ്ഞാനവാദ സിദ്ധാന്തം വളരെ ചേർന്ന് പോവുകയാണ് ഇന്ത്യൻ മിത്തുകളുമായിട്ട്, ഇന്ത്യൻ വിശ്വാസങ്ങളുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ഇതിൻ്റെ ഒരു റൂട്ട് ഒരു പരിധി വരെ ഉണ്ട്. നമ്മുടെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം ഇറങ്ങാൻ പാടില്ല, ഇപ്പം ഇറങ്ങാൻ പറ്റിയ സമയമല്ല, രാഹുകാലം, അതുപോലെ തന്നെ ഇത് ഇപ്പം അത് ഇന്നടത്തുനിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ അത് കഴിച്ചാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. അത് നിങ്ങൾ എടുത്ത് ഉപയോഗിച്ചില്ലേ, അതിൻ്റെയാണ് പ്രശ്നം, അറിവില്ലായ്മയല്ല, നിങ്ങളത് എടുത്ത് ഉപയോഗിച്ച് അതിൻ്റെ ഇപ്പം നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭൂമിയിലുള്ള വസ്തുക്കളെ ചൊല്ലി അത് നിങ്ങൾക്ക് ബന്ധന കാരണമായി തീരും. മറ്റൊരാൾ പറയുന്നു, ആഭിചാരം ചെയ്ത് ചെമ്പിനകത്ത് അല്ലെങ്കിൽ വെള്ളിക്കകത്ത്, ലോഹത്തിനകത്ത്, ലോഹത്തകിടിനകത്ത്. വേറൊരാൾ പറയുന്നു നാരങ്ങയ്ക്കകത്ത് ചെയ്തു വെച്ചിരിക്കുക. വേറൊരാൾ പറയുന്നു മുടി കെട്ടി, അരിയെടുത്ത് മുടി കെട്ടി ബന്ധിച്ച് 4 കെട്ട് കെട്ടി ബന്ധിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം ഭൂമിയിലെ മൂലപദാർത്ഥങ്ങളാണ്, മൂലവസ്തുക്കളാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക്, മൂലവസ്തുക്കൾക്ക്, ആ ഭൂതം എന്നുള്ളതിന് അവിടെ ഭൂതപിശാച് എന്ന അർത്ഥം കൊടുക്കണ്ട കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. ആ അടിസ്ഥാന കാരണങ്ങൾ എന്ന അർത്ഥമാണ് അവിടെ കൊടുക്കേണ്ടത്. പ്രപഞ്ചത്തിൻ്റെ മൂലം എന്ന് പറയുന്നത് അടിസ്ഥാന കാരണങ്ങളാകുന്ന വസ്തുക്കൾ, എലമെൻറ്റ്സ്. ആ എലമെൻസിനോട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എവിടെ? ക്രിസ്തുവിൽ. അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാക്കും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കും. അതായത് ക്രിസ്തുവിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നിപ്പം റോമാലേഖനത്തിൻ്റെ ഭാഷയാണ്, പാപത്തോട് നിങ്ങൾ മരിച്ചിരിക്കുന്നു. അപ്പം പാപവുമായി ഇനി നിങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ മരിച്ചിരിക്കുന്നു, മൃതരായിരിക്കുന്നു എന്ന പ്രയോഗം നടത്തുന്നത്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പ്രായം ചെന്നോ അല്ലെ അപകടത്തിലോ ഒക്കെ ഒരാൾ മരിക്കുന്ന അർത്ഥമല്ല. മരണം കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ബന്ധം മുറിയുകയാണ്. മരണം കൊണ്ട് അതുമായി ഇനി ഒരു സംബന്ധം ഇല്ലാതാവുകയാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളുമായി യാതൊരു സംബന്ധവും ഇല്ലാതെ വണ്ണം നിങ്ങൾ മരിച്ചിരിക്കുന്നു. യു ആർ ഡെഡ് ടു ദ എലമെൻ്റൽ സ്പിരിറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ്. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളുമായി യാതൊരു സംബന്ധവും ഇല്ലാതെ വണ്ണം ക്രിസ്തുവിൽ എന്ത് ചെയ്തിരിക്കുന്നു? അതുമായി യു ആർ ഡെഡ്, നിങ്ങൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ അതാണ് അവിടെ വിശേഷിക്കുന്നത്. ഇനി ഒന്നുകൂടെ വായിച്ചു. കൊളോസോസ് 2:20 ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ. കണ്ടോ എത്ര എളുപ്പമായപ്പോൾ അത്. കൊളോസോസ് 2:20 എത്ര എളുപ്പമായെന്ന് നോക്കിയേ. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക്
കാരണമായി നിങ്ങൾ മരിച്ചിരിക്കുന്നു. അപ്പം അർത്ഥം കണ്ടോ, എത്ര മാറിയെന്ന് കണ്ടോ? അപ്പോൾ അവിടെയാണ് ആ ചിന്താഗതി നമ്മൾ മാറുകയാണ്. ഇനിയും നിങ്ങൾ ലോകത്തിൻ്റെതെന്ന മട്ടിൽ ജീവിക്കുന്നതെന്ത്? അപ്പം നിങ്ങൾ ലോകത്തിൻ്റേതല്ല, നിങ്ങൾ ദൈവത്തിൻ്റേതാണ്. ലോകത്തിൻ്റേതാണെങ്കിൽ ലോകത്തിലുള്ളതൊക്കെ നിങ്ങളെ ബാധിച്ചേനെ. നിങ്ങൾ ദൈവത്തിൻ്റേതായതുകൊണ്ട് ദൈവത്തിൻ്റേതാണ് നിങ്ങളെ ബാധിക്കുന്നത്. അതാണ് അവിടുത്തെ ചിന്ത. ഇനിയും നിങ്ങൾ ലോകത്തിൻ്റേതെന്ന മട്ടിൽ നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെ? ലോകത്തിൻ്റേത് എന്ന മട്ടിൽ ജീവിക്കുന്നവർക്ക് അവർ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളുടെ ശക്തിയിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റേത് എന്ന് ജീവിക്കുന്നവർ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളുടെ ശക്തിയിൽ മരണം സ്വീകരിച്ചവരാണ്. അതുമായിട്ട് ഇനി യാതൊരു സംബന്ധവും നിങ്ങൾക്കില്ല. പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിങ്ങൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത ഉയരത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു. ചന്ദ്രനെങ്കിലോ ഒരു ദോഷം നിങ്ങൾക്ക് ചെയ്യുകയില്ല. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ ഒരു ദോഷവും നിനക്ക് ചെയ്യുകയില്ല. അത് സങ്കീർത്തനത്തിലെ പറഞ്ഞു വെച്ച വാക്കാണ്. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ ഒരു ദോഷവും നിനക്ക് ചെയ്യുകയില്ല. അപ്പോൾ അതാണ് നമ്മുടെ വിശ്വാസം. അമാവാസി അല്ലെങ്കിൽ വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച, ഏത് ദിവസവും നിനക്ക് അനുഗ്രഹമാണ്. ഏത് ദേശവും നിനക്ക് അനുഗ്രഹമാണ്. എവിടെയും നിനക്ക് വീട് വെക്കാം, എവിടെയും നിനക്ക് പാർക്കാം. എത്ര പൈശാചിക ബന്ധനമുള്ള സ്ഥലത്തും നിനക്ക് വസിക്കാം. അങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റുമെന്നാണ് വചനം പറയുന്നത്. നിങ്ങൾ ഈ വചനം ഒന്ന് നോക്കിയേ. കൊളോസസ് ലേഖനം അല്ല കേട്ടോ, ഞാനിത് മാറി വായിക്കുന്നതെന്നു വെച്ചാൽ ഈ കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ ഇത് പ്രയോജനപ്പെടുമായിരിക്കും. ഇത് വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. നീ വസിക്കുന്ന ഇടം പിശാചിൻ്റെ സിംഹാസനമുള്ള ഇടത്താണ് നീ വസിക്കുന്നതെന്ന് പറയുന്ന ഒരു വാക്യമാണ്. ഞാനത് വായിക്കാം. അവിടെയാണ് നീ പാർക്കുന്നത് എന്ന് പറയുന്നത്. എന്നാൽ നീ എൻ്റെ നാമത്തെ സ്വീകരിച്ചിരിക്കുന്നു. ഇത് വെളിപാട് പുസ്തകം 2:13 ആ വചനം എങ്ങനെയാണ്? നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണെന്നും ഞാൻ അറിയുന്നു. അപ്പോൾ സഭയോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, വെളിപാട് പുസ്തകം 2:13 പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക. 7 സഭകൾക്ക് ആലോചന പറയുകയാണല്ലോ, അല്ലേ? നിങ്ങൾക്കറിയാലോ 7 സഭകൾക്ക് ആലോചന പറയുന്നത് അറിയാലോ. 7 സഭകൾക്ക് ആലോചന പറയുമ്പോൾ പെർഗമസിലെ സഭ വരികയാണ്. തുയധൈര്യമുണ്ട്, സ്മിർനയുണ്ട്, ഫിലദൽഫിയ ഉണ്ട്, അങ്ങനെ 7 സഭകളുണ്ട്. അപ്പോൾ ഈ പെർഗമസിലെ സഭയോട് പറയുമ്പോൾ പറയുകയാണ്, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ അരുൾ ചെയ്യുന്നു. അങ്ങനെയാണ് പറയുന്നത്. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ അരുൾ ചെയ്യുന്നു, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണെന്നും ഞാൻ അറിയുന്നു. നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ സാത്താൻ്റെ സിംഹാസനമുള്ള ഇടത്താണ് ആര് താമസിക്കുന്നത്? സാത്താൻ്റെ വാസമല്ല. സാത്താൻ ഇടയ്ക്ക് വരുത്തുപോക്കായിട്ട് വന്നും പോയി നിൽക്കുന്ന സ്ഥലമല്ല. പിശാച് സിംഹാസനം ഇട്ട് വാഴുന്ന സ്ഥലത്താണ് പെർഗമ സഭയിലെ വിശ്വാസികൾ താമസിക്കുന്നത്, അല്ലെങ്കിൽ പെർഗമ സഭയിലുള്ളവർ താമസിക്കുന്നത്. അപ്പോൾ അത് പോസിബിൾ ആണെന്ന് മനസ്സിലായില്ല. പെർഗമ സഭയിലെ ആൾക്കാർ താമസിക്കുന്നത്, പക്ഷേ ഐ നോ വേർ യു ഡ്വെല്ലത്ത്, വേർ സാത്താൻസ് ത്രോൺ ഈസ് ആൻഡ് ദൗ ഹാസ് ഹോൾഡ് ഫാസ്റ്റ് മൈ നെയിം. നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. അപ്പോൾ എത്ര പോരാട്ടമുണ്ട്, അല്ലെങ്കിൽ എത്ര ബന്ധനമുണ്ട് നിങ്ങൾ താമസിക്കുന്ന ഇടത്ത് എന്ന് ചിന്തിക്കാതെ നിങ്ങൾ ഏത് നാമമാണ് മുറുകെ പിടിച്ചിരിക്കുന്നത്. നാമത്തെ മുറുകെ പിടിച്ച് എവിടെയും താമസിക്കാൻ പറ്റും. ഒന്നുകൂടെ ഞാൻ പറയാം, നാമത്തെ മുറുകെ പിടിച്ച് എവിടെയും താമസിക്കാൻ പറ്റും. ഇത് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്ന ഒരു ഭാഗമാണിത്. ഇത് പല സന്ദർഭങ്ങളിലും നമ്മൾ താമസിക്കുന്ന ഇടത്ത് പോരാട്ടമുണ്ട്, ബന്ധനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ആലോചന വ്യത്യസ്തമാകുന്നത്. വെളിപാട് 2:13 പറയുകയാണ്, നീ പെർഗമസിലെ സഭയുടെ ദൂതൻ എഴുതുക, നീ താമസിക്കുന്ന ഇടം സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണ്. പക്ഷെ നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നതിനാൽ നീ അവിടെ താമസിക്കും. നിന്നെ അവർക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുൾ ചെയ്യുന്നത്, നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് സാത്താൻ്റെ സിംഹാസനം ഉള്ള ഇടത്താണ് നീ വസിക്കുന്നത്. അപ്പം നിങ്ങൾ വസിക്കുന്ന സ്ഥലം എത്ര കണ്ട് പൈശാചിക പോരാട്ടങ്ങളുള്ള സ്ഥലമാണ് എന്നുള്ളതിലല്ല കാര്യം. പിന്നെ ഏതിലാണ് കാര്യം? നിങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്ന നാമമേത് എന്നുള്ളതിലാണ് കാര്യം. മുറുകെ പിടിച്ചിരിക്കുന്ന നാമം യേശുവിൻ്റെ നാമമാണെങ്കിൽ നിങ്ങൾക്കെതിരെ എത്ര ശത്രുക്കളോ, എത്ര ശത്രുവോ, ഏതെല്ലാം പീഡകളോ, പരിഹാസങ്ങളോ, അപമാനങ്ങളോ, നിങ്ങളെ ഒറ്റപ്പെടുത്തലോ കുറ്റപ്പെടുത്തലോ ഒക്കെ ഉള്ളിടത്തും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയമെടുക്കാൻ കഴിയുന്ന
അത്രയ്ക്ക് ശക്തിയായ നാമമാണ് യേശുവിൻ്റെ നാമം. ഒന്ന് അധരത്തിൽ എടുത്തു പറഞ്ഞേ, യേശുവിൻ്റെ നാമത്തിൽ. ഇത് വലിയൊരു കൃപയായിട്ട് തന്നെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വസിക്കട്ടെ. ഇത് ഏത് പോരാട്ടത്തിൻ്റെ നടുവിലും നമുക്ക് ജീവിക്കാൻ കഴിയും. നോക്കൂ, രുചിക്കരുത്, സ്പർശിക്കരുത്. ഇപ്പം നമ്മൾ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളോടും മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഭക്ഷണത്തിലൂടെ ഒരു ദോഷം നിനക്ക് വരാനില്ല. ഇനി അത് തൊട്ടതുകൊണ്ടൊരു ദോഷം നിനക്ക് വരാനില്ല. ഇനി അത് രുചിച്ചതുകൊണ്ടൊരു ദോഷം നിനക്ക് വരാനില്ല. കാരണം അതെല്ലാം ഭൂമിയിലെ വസ്തുക്കളാണ്. ഇത് മുഴുവൻ നിൻ്റെ സ്വർഗസ്വനായ പിതാവ് സൃഷ്ടിച്ചവയാണ്. അപ്പൻ മക്കൾക്ക് ദോഷമുള്ളത് സൃഷ്ടിച്ചു വെക്കുമോ? അല്ലെങ്കിൽ അപ്പൻ്റെ സൃഷ്ടി എടുത്ത് മക്കൾക്ക് വിരോധമാക്കാൻ കഴിയുമോ? അപ്പോൾ അവിടെയാണ് ആ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത്. ഇതായിരുന്നു സഭയുടെ വിശ്വാസം. പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കും. ഇനി ഈ ലോകത്തിലെ ഒരു വസ്തു എടുത്ത് ഒരാൾ നിങ്ങൾക്കെതിരെ മുട്ടയിൽ കോഴിമുട്ടയ്ക്കകത്ത് ദോഷം ചെയ്യുന്നിരിക്കട്ടെ. കോഴിമുട്ടയും കോഴിയും സ്വർഗസ്വനായ നമ്മുടെ പിതാവിൻ്റെ സൃഷ്ടിയാണ്. അത് നിങ്ങൾക്ക് വിരോധമായിട്ട് ചലിക്കാൻ കഴിയുകയില്ല. അത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ദൈവം തന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭക്ഷിക്കാൻ. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇനി മുട്ട തിന്നാൻ പറഞ്ഞെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് കോഴികളെ വിരിയിക്കാൻ ആ മുട്ട നിങ്ങൾക്ക് പ്രയോജനമാവട്ടെ. അതിനപ്പുറത്ത് മുട്ട നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ഏതെങ്കിലും കളറ്, ചുമല കളറ്, നീല കളറ്, മഞ്ഞ കളറ്, നൂല്, അരിയെടുത്ത് കെട്ടിയിരിക്കുന്നു, തലമുടിയൊക്കെ ദൈവത്തിന് ഓരോ തലമുടി താഴെ വീഴുന്നത് ദൈവം അറിയുന്നുണ്ട്. എൻ്റെയൊക്കെ ഒരുപാട് ദൈവം അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അത് ദൈവം അറിയുന്നതെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമുക്ക് ആ ബോധ്യം കിട്ടേണ്ടത്. ഒരിക്കലും ഒരു ദോഷം എനിക്ക് വരുത്തുകയില്ല എന്ന ഈശോയുടെ വാക്കാണ് നമ്മളെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടത്. എന്താണ്? ലൂക്ക 10:19 ഈശോ നമ്മോട് പറയുകയാണ്, ഇതാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി നടക്കുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തുകയില്ല. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വചനത്തെ സ്വീകരിക്കുകയും ഈ വചനത്തിൻ്റെ ശക്തിയെ ഉരുവിടുകയും ചെയ്യുന്നത്. യു ആർ ഡെഡ് ടു ദ എലമെൻ്റൽ സ്പിരിറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ്. നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളോട് മരിച്ചിരിക്കുന്നു. ലോകത്തിൻ്റേത് എന്ന മട്ടിൽ നിങ്ങൾ ജീവിക്കുന്നത്. ലോകത്തിലുള്ളവർക്ക് ലോകത്തിലെ കാര്യങ്ങൾ സ്വാധീനിക്കും. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആളുകളായതുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് വിരോധമായി നിൽക്കുകയില്ല. കാരണം ഇത് മുഴുവൻ നിങ്ങളുടെ അപ്പൻ്റേതാണ്. അപ്പൻ മക്കൾക്ക് വേണ്ടി സൃഷ്ടിച്ചവയാണ്. അപ്പൻ മക്കൾക്ക് വേണ്ടി സൃഷ്ടിച്ചവയാണെങ്കിൽ ഈ സൃഷ്ടിച്ചതിൻ്റെ മുഴുവൻ പരമാധികാരിയും അതിൻ്റെ നടത്തിപ്പുകാരനും അതിൻ്റെ മുഴുവൻ അധികാരിയും നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവാണ്. ഇതിനപ്പുറത്ത് ഒരു വിശ്വാസവും വെച്ച് പൊറുപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. പ്രിയപ്പെട്ട ക്രൈസ്തവരെ, എന്നെ കേൾക്കുന്ന വ്യത്യസ്ത ജാതി മത വിഭാഗത്തിലുള്ളവരെ, യേശുക്രിസ്തുവിലുള്ള ഈ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഈശോയിലുള്ള ഈ ജീവിതമാണ് ക്രൈസ്തവർ ജീവിച്ചു തീർത്ത ജീവിതം. ഈശോയിലുള്ള ഈ ജീവിതമാണ് പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുന്ന ജീവിതം. ഏതാണ് ആ ജീവിതം? പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളോട് നിങ്ങൾ മരിച്ചിരിക്കുന്നു. അത് നിങ്ങളുമായി ഇനി യാതൊരു ബന്ധവുമില്ല. മരിച്ചു കിടക്കുന്ന ഒരാളെ ഇനി വെള്ളത്തിന് സ്വാധീനിക്കാൻ കഴിയുകയില്ല. കരയിൽ നിന്നുള്ളതോ കടലിൽ നിന്നുള്ളതോ ഉയരത്തിൽ നിന്നുള്ളതോ ആഴത്തിൽ നിന്നുള്ളതോ ഇടത്തു നിന്നുള്ളതോ വലത്തു നിന്നുള്ളതോ മുമ്പിൽ നിന്നുള്ളതോ പുറകിൽ നിന്നുള്ളതോ ഒന്നും മരിച്ചു കിടക്കുന്ന ഒരാളെ സ്വാധീനിക്കുന്നില്ലാത്തതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങളോട് നിങ്ങൾ മരിച്ചിരിക്കുന്നു ക്രിസ്തുവിൽ എന്ന വചനത്തിൻ്റെ അർത്ഥം. നിങ്ങളെ സ്വാധീനിക്കുന്ന ഏക കാര്യം ക്രിസ്തു മാത്രമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റേതാണ്. യു ബിലോങ് ടു ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൻ്റേതാണ്. എന്നെ വില കൊടുത്ത് ക്രിസ്തു വാങ്ങിയതാണ്. എന്നെ വിലയ്ക്ക് വാങ്ങിയവനാണ്. ഞാൻ കർത്താവിൻ്റെ പ്രിയപുത്രനാണ്. ഞാൻ കർത്താവിൻ്റെ പ്രിയപുത്രിയാണ്. ഇതിനപ്പുറത്ത് മറ്റൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മേൽ മുഴുവൻ നമുക്ക് യേശുക്രിസ്തുവിലൂടെ മഹാവിജയം വചനം നൽകപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് കൃപയുടെ നീർച്ചാലുകളിൽ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന സാക്ഷ്യം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ആഴമായിട്ട് വിശ്വാസം നമുക്ക് ഉറപ്പിക്കാം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഈ സാക്ഷ്യത്തിൽ കണ്ടതുപോലുള്ളൊരു അത്ഭുതം സംഭവിക്കണം എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുടെ നീർച്ചാലുകളിൽ അത്ഭുത സാക്ഷ്യങ്ങളുടെ സമയം. നോക്കൂ, രോഗികളായി വന്നവര്, നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ശരീരത്തെ പരിശോധിക്കുക. ഒന്നിലധികം സൗഖ്യങ്ങൾ ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞവർ,
നിങ്ങൾ വേഗത്തിൽ സാക്ഷ്യത്തിനായിട്ട് മുന്നോട്ട് വന്നോളുക. ഒന്നല്ല, 100 അല്ല, അതിലധികം പേരുടെ മേൽ സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പെട്ടെന്ന് കൈയടിച്ച് സ്തുതിച്ചോ, 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 സ്തുതിച്ചോ. ഈശോ എന്നെ തൊട്ടു, ഞാൻ സൗഖ്യം അനുഭവിക്കുന്നു എന്ന് പറയുന്നവർ മുന്നോട്ട് വേഗം വരിക, വേഗം വരിക, വേഗം ഓടി വരിക. ഇത് അനേകരുടെ കൃപയുടെ സമയമാണ്. വാ വാ വാ. റോസ് സെറ്റിട്ട് മകന്റെ കഴുത്തിലും അയാളുടെ ഇടുപ്പിലും രണ്ടിടത്തും സൗഖ്യമായവർ ഇങ്ങോട്ട് വരിക, വേഗം വരിക, വേഗം വരിക, മുന്നോട്ട് വരിക. നിങ്ങൾക്ക് ഇവിടെയും ഇവിടെയും ഭയങ്കരമായ സൗഖ്യം വ്യാപിക്കും. രണ്ടിടത്ത് സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കും. അസ്ഥി നാടി ഞരമ്പ് മുഴുവൻ സ്പർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതെന്നാ പറ്റിയതാ? ഓ, ഇതങ്ങോട്ട് ഊരിക്കോ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒറ്റ സ്തുതിച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് വചനം മൂലമുള്ള സൗഖ്യങ്ങൾ വ്യാപിക്കട്ടെ. അസ്ഥി നാടി ഞരമ്പുകളിലേക്ക്, കോശങ്ങളിലേക്ക് മുഴുവൻ സൗഖ്യത്തിന്റെ അഭിഷേകം വ്യാപിക്കട്ടെ. കർത്താവായ യേശുവേ, ഒന്ന് വിളിച്ചോ, കർത്താവായ യേശുവേ, സുഖമാക്കണമേ, സുഖമാക്കണമേ, ജീവന്റെ ശക്തി പ്രവേശിക്കട്ടെ. ജീവന്റെ ശക്തി പ്രവേശിക്കട്ടെ. ജീവന്റെ ശക്തി പ്രവേശിക്കട്ടെ. അസ്ഥി നാടി ഞരമ്പുകളിലേക്ക്, കോശങ്ങളിലേക്ക് ജീവന്റെ ശക്തി പ്രവേശിക്കട്ടെ. വീൽ ചെയറിൽ വന്നിരിക്കുന്നവർ ഇതുപോലെ വേഗം എഴുന്നേറ്റോ. വീൽ ചെയറിൽ വന്നിരിക്കുന്നവർ ഇതുപോലെ വേഗം എഴുന്നേക്കാൻ ശ്രമിച്ചോ. നിങ്ങൾ ചുവട് വെക്കാൻ തുടങ്ങിക്കോ, എഴുന്നേൽപ്പിച്ചോ. കർത്താവിന്റെ കരം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓ, ഈ മനുഷ്യന്റെ ശരീരം മുഴുവൻ കർത്താവിന്റെ മഹത്വം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തെ നിറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. സൗഖ്യമായിക്കൊണ്ടിരിക്കുക, സൗഖ്യമായിക്കൊണ്ടിരിക്കുക. അസ്ഥി നാടി ഞരമ്പുകളിലേക്ക്, ഇതിന്റെ പിന്നിലെ രോഗാത്മാവേ, നിന്നോട് കൽപ്പിക്കുന്നു, ഈ ശരീരം നിനക്കുള്ളതല്ല. വിട്ടുപോവുക, വിട്ടുപോവുക. അയാളുടെ ശരീരം മുഴുവൻ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വ്യാപിച്ചുകൊണ്ടിരിക്കും. അയാളുടെ ശരീരം മുഴുവൻ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വ്യാപിച്ചുകൊണ്ടിരിക്കും. കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ. പുതിയ ജീവനെ കൊണ്ടാ നീ വരുന്നേ. പുതിയ ജീവനാ നിനക്ക് കിട്ടുന്നേ. പുതിയ ജീവൻ, ദ ന്യൂ ലൈഫാ കിട്ടുന്നേ. കൈ ഉയർത്തിക്കോ, കൈ ഉയർത്തിക്കോ. എന്നൊക്കെ ചെയ്യണോ, വളഞ്ഞു, വളഞ്ഞു, വളഞ്ഞു. ഓ, ഈശോയുടെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കുക. പോയി അച്ഛൻ്റെ അടുക്ക പോയൊരു ബ്ലെസ്സിങ് മേടിച്ചോ. അച്ഛൻ്റെ അടുക്ക പോയൊരു ബ്ലെസ്സിങ് ഓടിച്ചൊന്ന് മേടിച്ചു. കർത്താവിന്റെ കരം വ്യാപിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് വിളിച്ചോ, കർത്താവായ യേശുവേ, അസ്ഥി നാടി ഞരമ്പുകളിലേക്ക് ജീവൻ വ്യാപിക്കട്ടെ. ഇതാ ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിക്കുകയാണ്. ഏതാ ഈ പ്രാർത്ഥന? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധ അമ്മയോട്, യോസേപ്പ് പിതാവിനോട്, ഭാഗ്യപ്പെട്ട സകല ശുദ്ധാത്മാക്കളോട്, സകല സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് കഴിക്കുന്ന പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അമ്മ മാതാവേ, അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോട് ചേർന്ന് സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ഇതാ ലോകം മുഴുവൻ ഇന്ന് കൃപയുടെ തീർച്ചാലുകൾ വചനം കേൾക്കുന്ന, ഷാലോം ടെലിവിഷനിലൂടെ കേൾക്കുന്ന, ഇൻ്റർനെറ്റിലൂടെ കേൾക്കുന്ന, യൂട്യൂബിൻ്റെ സാധ്യതകൾ മുൻനിർത്തി കേൾക്കുന്ന, മറ്റുള്ളവരിൽ ഈ വചനം എത്തിച്ചു കൊടുക്കാൻ ദൗത്യം ഏറ്റെടുത്ത് ഇത് അനേക ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്ന മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇതാ പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ ശക്തി അയക്കണമേ, പരിശുദ്ധാത്മാവിനെ പകരണമേ. ഇതാ കൃപയുടെ നീർച്ചാലുകൾ ജീവിതങ്ങളിൽ ഒഴുകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ നവചൈതന്യത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ നിമിഷമായിട്ട് ഇത് മാറട്ടെ. കർത്താവേ, ഒന്നും സ്വാധീനിക്കാത്ത ഒരു ജീവിതം, ഇത്രയും കാലം ഭയപ്പെട്ടതിനെ മുഴുവൻ അടിമപ്പെടുത്തി ജീവിക്കുന്ന ഒരു വിജയത്തിൻ്റെ ജീവിതം, അത് നിന്റെ മക്കളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. സർവശക്തനായ ദൈവമേ, അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല.
ഇതാ ഈ വചനം വെച്ച് ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പോൾ ഭവനങ്ങൾ സ്വതന്ത്രമാകട്ടെ, മുറികൾക്കകത്തേക്ക് ഈ വചനം വ്യാപിക്കട്ടെ. ടെലിവിഷൻ സ്ക്രീനിലേക്ക് വചനം കേൾക്കുമ്പോൾ കൈ നീട്ടിപ്പിടിക്കുക, ഇരുകരങ്ങൾ നീട്ടിപ്പിടിക്കുക, ഈ വചനത്തിൻ്റെ ആശീർവാദത്തെ സ്വീകരിക്കുക. കർത്താവേ, ഇതാ ഈ വചനം കേൾക്കുന്ന എല്ലാ ഭവനങ്ങളിലേക്കും കൊളോസോസ് 2:20 വചനം ഇതാ അയച്ചു പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ യു ആർ ഡെഡ് ടു ദ എലമെന്റൽ സ്പിരിറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സ്. കർത്താവേ, ഈ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപിച്ചിറങ്ങട്ടെ. ഇതൊരത്ഭുതത്തിൻ്റെ നിമിഷമായി മാറട്ടെ. നിത്യം വാഴും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.